ഇത് കൂടാതെ ബാധ്യത വരുന്ന വലിയൊരു വ്യക്തിയാണ് തന്ത്രി, ക്ഷേത്രം തന്ത്രി. കാരണം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം തന്ത്രി ഈ 2025 വരെ ഇക്കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരുന്നേ ഇല്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് അവിടെ സ്വർണം പാളികൾ പിടിപ്പിച്ച ഒരു സാധനങ്ങളെല്ലാം ഉണ്ട്. അതിന് യാതൊരു കേടുമില്ല. ആ സ്വർണ്ണപ്പാളികളെല്ലാം വളരെ ഭദ്രമായിരിക്കുന്നു. അതിന് യാതൊരു ശോഷണവും സംഭവിച്ചിട്ടില്ല എന്നിരിക്കെ അത് മാറ്റുന്നതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുവാദവും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദൈവപ്രശ്നം കൂടി വെക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും തന്ത്രിയുടെ കൂടെ ഒരു അനുവാദം കിട്ടാതെ അത് മാറ്റാൻ ശ്രമിക്കില്ല. അങ്ങനെ മാറ്റുന്ന കാര്യം മാറ്റിയെങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ട് അതിനെ ഓവർറൂൾ ചെയ്ത് മാറ്റിയെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഭക്തർ അറിയാനായിട്ട് അദ്ദേഹമല്ലേ ഒരു ഉപാധിയായിട്ടുള്ളത്. അദ്ദേഹം അത് എന്തുകൊണ്ട് ഇതുവരെ 2025 വരെ അത് പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ചില ക്ഷേത്രങ്ങളിലുള്ള തന്ത്രിയായിട്ടുള്ള ക്ഷേത്രങ്ങളിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനം, അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭാഗം കൂടി ഇതിനുണ്ട്. അതായത് ഒന്ന് മിയറായിട്ട് അദ്ദേഹം എന്തായാലും ഇങ്ങനെ ഒരു നടപടി വന്ന സമയത്ത് അത് ഭക്തജനങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ശബരിമലയിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ സ്വർണ്ണപ്പാളികൾ പൂശിയ ദ്വാരപാലകരും മറ്റ് കട്ടിലപ്പടികളും ബാക്കി വാതിലുകളും എല്ലാം മാറ്റിയിരിക്കുന്നു. ആ മാറ്റിയിരിക്കുന്നത് ഇന്ന രീതിയിലാണ്, അത് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ പുറത്ത് കൊണ്ടുപോയിരിക്കുന്നു, എൻ്റെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോയത് എന്ന് അദ്ദേഹം പറയേണ്ടതായിരുന്നു. എൻ്റെ ഭരണകാലത്ത് നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പത്മകുമാർ ഉദ്ദേശിക്കുന്ന ഈ ദൈവതുല്യർ, അവരെയും ചോദ്യം ചെയ്യേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതിൽ ഒന്നാമത്തെ ഒരാളാണ് തന്ത്രി, രണ്ടാമത്തെ ആളാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, മൂന്നാമത്തെ ആളാണ് നമ്പർ 1. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ദൈവതുല്യരായിട്ട് അദ്ദേഹത്തിന് കാണാവുന്ന അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾക്കാർ, ഇത് മുകളിൽ ഒരാൾ പുറത്താണ്, ആ ഹൈറാർക്കിയിൽ വരുന്നതല്ല, പക്ഷെ ആ ആൾക്കാരാണുള്ളത്. തീർച്ചയായിട്ടും അവരോട് ചോദിക്കേണ്ടി വരും. ഇപ്പം എനിക്ക് ഈ നമ്പർ 1 അടുത്ത് ഇത് എത്തിയോ ഇല്ല എന്നുള്ളത് പറയേണ്ടത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ഇനി അവിടെ നിന്നാണ് എനിക്ക് ലെറ്റർ വന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷേ തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെയും അവിടെയുള്ള തന്ത്രിയെയും ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല തന്ത്രിക്ക് ഇതിൽ ഒരു വലിയ ഉത്തരവാദിത്വം വരുന്നുണ്ട്. കാരണം 2025 വരെ ഇക്കാര്യങ്ങൾ ആരും അറിയാതെ ഒളിച്ചു വെച്ചതിൻ്റെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ എന്താണ് പറയുന്നത്, നിഷ്പക്ഷനായിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വിധേയത്വം കാണിക്കേണ്ടി വന്നതാണെന്നോ മാത്രം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് യാതൊരു നിവൃത്തിയുമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല തന്ത്രി വർക്ക് ചെയ്യുന്നത്. അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു പദവിയാണ്. അതിനെ മാറ്റിയെടുക്കാൻ ഇപ്പോൾ തൽക്കാലം നിയമങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ്റിന് താല്പര്യമില്ല. അത് പെട്ടെന്ന് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന, തികച്ചും സ്വതന്ത്രമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം നൽകുന്ന ധൈര്യം എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് പറയേണ്ടത് അദ്ദേഹമാണ്. സാധാരണ രീതിയിൽ ശബരിമലയുടെ രീതി അനുസരിച്ച്, അവിടുത്തെ ആചാരം അനുസരിച്ച് ശ്രീകോവിലിനുള്ളിലെ എന്തും പുറത്തേക്ക് കൊണ്ടുപോവുകയോ എന്തിനും ചെയ്യുമ്പോൾ അത് ദേവനോട് അനുമതി വാങ്ങണം. അത് ദേവനോട് ചോദിക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രിയുടെ അനുമതിയോടെ വാങ്ങുക എന്ന് പറയുന്നത് തന്ത്രി ദേവനോട് സംസാരിച്ച് ദേവനോട് ചോദിക്കുന്നു. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. അതൊക്കെ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് തന്ത്രി അറിയുന്നു. പക്ഷേ ഈ കൊണ്ടുപോകുന്ന സ്വർണമോ ചെമ്പോ എന്തോ ആവട്ടെ, അത് തിരിച്ചു കൊണ്ടുവരുന്നത് അതിൻ്റെ തൂക്കമോ ഗ്രാം കണക്കുകളോ അതൊന്നും അവർക്കറിയില്ല. അതറിയേണ്ട കാര്യവുമില്ല എന്നാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷെ അവിടെ നിന്ന് ഈ സാധനം കൊണ്ടുപോകുന്നത് അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പം അദ്ദേഹം സമ്മതിക്കുന്നില്ല, തന്ത്രി സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇത് ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. അദ്ദേഹത്തെ അറിയിച്ചാൽ മതി, ഇതാ എൻ്റെ പേരിൽ സമ്മർദ്ദം വരുന്നു, ഇത് കൊണ്ടുപോകണമെന്ന് പറയുന്നു, പക്ഷേ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇത് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത് അവിടെ പറഞ്ഞാൽ ഉടനെ ഹൈക്കോടതി അറിയും, നടപടി ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരികയും അതിൻ്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുകയും അതിൻ്റെ വെയിറ്റ് നോക്കുകയും ബാക്കിയെല്ലാം ചെയ്യേണ്ട വരുന്നത് തീർച്ചയായിട്ടും ബോർഡിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ
കമ്മീഷണറുടെ കീഴിലുള്ള ആൾക്കാർ അവരാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ആ വെയിറ്റ് നോക്കുന്നതിൽ വ്യത്യാസമല്ല അതിലുള്ളത്. ഇത് ശബരിമല അയ്യപ്പനെ വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അയ്യപ്പൻ്റെ തൊട്ടടുത്ത സാധനങ്ങൾ വിൽക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് സ്വർണത്തെക്കാളും വളരെയധികം മൂല്യം കൂടിയതാണ്. അതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് നടക്കുന്ന സമയം ആ മൂല്യത്തിലേക്ക് വാല്യൂ കൂട്ടി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തന്ത്രി എടുത്തില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? തന്ത്രിക്ക് സ്വതന്ത്രനായി നിൽക്കുന്ന തന്ത്രി എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? ഇനി തടഞ്ഞിട്ടും അവർ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കാനായിട്ട് അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല? അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഞാൻ അവിടെ യാതൊരു അനാവശ്യമായിട്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് പബ്ലിക്കിനോട് പറയാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു അസൗകര്യമില്ലല്ലോ. പബ്ലിക് അത് അനുസരിച്ച്, കാരണം അദ്ദേഹത്തിന് പബ്ലിക്കിൻ്റെ ഉള്ളിൽ വളരെയധികം വിശ്വാസ്യതയുള്ള ഒരാളാണ്. അവിടെ വരുന്ന ഭക്തരെല്ലാം വിശ്വസിക്കുന്ന അദ്ദേഹത്തിനെയാണ്. പിതൃതുല്യനായിട്ട് അവിടെയുള്ള വിഗ്രഹത്തിൻ്റെ പിതൃതുല്യനാണ്. അപ്പോൾ ആ പിതൃതുല്യനായിട്ടുള്ള ഒരാളെ വളരെയധികം വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതെല്ലാം ചെയ്യേണ്ടത് കൂടിയായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്.